കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒരു പുതിയ വാർത്തയല്ല. 2 മഴ പെയ്താൽ കൊച്ചിയും തലസ്ഥാന നഗരത്തെ പോലെ തന്നെ വെള്ളക്കെട്ട് നിറഞ്ഞ വാർത്തയിൽ സജീവമാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം വാർത്തകളൊന്നും അങ്ങനെ വന്നിരുന്നില്ല. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിന് മിക്കയിടത്തും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. റോഡുകളിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. തമ്മനം ശാന്തിപുരം കോളനിയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൂന്തോട്ടയിൽ വള്ളം മറിഞ്ഞൊരാൾ മരിച്ചു. പുത്തൻകാവ് സ്വദേശി സരസനാണ് മരിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ ചെയ്തു. കിരൺ, കൊച്ചി നഗരം എപ്പോഴും വെള്ളക്കെട്ടുകൾ നിറയുന്ന അങ്ങനെ വാർത്തയിൽ പ്രാധാന്യം നേടുന്ന ഇടങ്ങളായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം വാർത്തകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ പെയ്ത 2 മണിക്കൂർ നീണ്ടു നിന്ന കനത്ത മഴയിൽ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി. പ്രധാനപ്പെട്ട മേഖലകളെല്ലാം വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴെന്താണ് കൊച്ചിയിലെ ഒരു അവസ്ഥ, കിരണേ? കൊച്ചി നഗരത്തിലെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യമാണ് ഇന്നലെയും കണ്ടത്. ഇന്നലെ വൈകിട്ട് മാത്രം പെയ്ത മഴയിൽ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. പ്രത്യേകിച്ച് MG റോഡ്, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. KSRTC സ്റ്റാൻഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും വെള്ളം കയറുകയും ഒപ്പം ഇതിനുള്ളിലുള്ള സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളും സ്റ്റാൻഡിനുള്ളിലുള്ള ആളുകൾ, യാത്രക്കാരായിട്ട് എത്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇവിടെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. MG റോഡിൽ ഈ വെള്ളം കെട്ടുണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കും ഇന്നലെ വൈകിട്ട് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് രാത്രിയിൽ മഴ കുറഞ്ഞതോടുകൂടി മാത്രമാണ് ഈ വെള്ളം ഇറങ്ങുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഈ കൊച്ചി കോർപ്പറേഷൻ പലതവണ അവകാശപ്പെടുന്ന പോലെ തന്നെ ഇത്തവണയും അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് മാർച്ച് മാസത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. 80% പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് കോർപ്പറേഷൻ അവകാശപ്പെട്ടിരുന്നതെങ്കിലും പിന്നീട് പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അതായത് ഈ മേയർ അടക്കം പറയുന്ന ഈ കണക്കുകൾ 80% ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന കണക്ക് അത് വ്യാജ കണക്കാണ്, അത് തെറ്റാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ആ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ഈ വേനൽ മഴയിൽ മാത്രം, അതായത് വർഷകാലം ആരംഭിച്ചിട്ടില്ല, ചെറിയ മഴ മാത്രമാണ് അനുഭവപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും ഇത്തരത്തിൽ നഗരം വലിയൊരു വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇത് മാത്രമല്ല, എറണാകുളം ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് തന്നെ അനുഭവപ്പെട്ടു. ഇന്നലെ ഇൻഫോ പാർക്ക് ഭാഗത്ത് മഴ തുടർച്ചയായിട്ട് പെയ്തതിനെ തുടർന്ന് പല സ്ഥാപനങ്ങളിലും, ഇൻഫോ പാർക്കിലെ പല സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഗ്രൗണ്ടിൽ അടക്കം വെള്ളക്കെട്ടുണ്ടാവുകയും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതായിട്ടുള്ള കാഴ്ചയുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾക്കുള്ളിൽ സീലിങ്ങുകൾ തകർത്ത് വരെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നതായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് വളരെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം കൂടി ഉണ്ടായത്. അത് പൂത്തോട്ടയിലാണ്. പൂത്തോട്ടയിൽ വെള്ളം മുറിഞ്ഞ് ഒരാൾ മരിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പൂത്തോട്ട സ്വദേശിയായിട്ടുള്ള സരസനാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇദ്ദേഹം പശുവിന് വേണ്ടിയുള്ള പുല്ല് ചെത്താൻ വേണ്ടി പോയതാണ്. പിന്നീട് വള്ളത്തിൽ ഈ പുല്ലുമായി വരുന്നതിനിടയിൽ ഷോക്കേറ്റാണ് ഇദ്ദേഹം മരിച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം പോലും ഇന്നലത്തെ മഴയിൽ ഉണ്ടായി. നിലവിലിപ്പോൾ രാവിലെ മുതൽ മഴ വിട്ടുനിന്നിരുന്നെങ്കിലും ഇപ്പോൾ വൈകിട്ട് അല്പം മുമ്പ് തന്നെ ആരംഭിച്ച മഴ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഇൻഫോ പാർക്കിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ടോ, അതോ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണോ നഗരം? ഉമേഷ്, നിലവിലിപ്പോൾ വെള്ളക്കെട്ട് അത്ര ശക്തമായി തന്നെ അനുഭവപ്പെടുന്നില്ല. രാവിലെ മുതൽ തന്നെ മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടി തന്നെ വെള്ളം ഈ നേരത്തെ കയറിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ തീരദേശ മേഖലകളിലൊക്കെയായിരുന്നു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നത്. ഈ കൊച്ചി നഗരത്തിലെ കാഴ്ച ഇതാണെങ്കിൽ ഈ പശ്ചിമ കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ തോപ്പുംപടി, ഫോർട്ട് കൊച്ചി തുടങ്ങിയ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ മണിക്കൂറുകളോളം റോഡിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നത് വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മഴ മാറി, അർദ്ധരാത്രിയോടുകൂടി തന്നെ മഴ മാറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നിലവിലിപ്പോൾ ഒരു സ്ഥലത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ല. എന്നാൽ KSRTC സ്റ്റാൻഡിൽ കയറിയ വെള്ളം ഇപ്പോഴും പൂർണ്ണമായി തന്നെ പോയിട്ടില്ല. ഇവിടെയും ഇപ്പോഴും നിലവിൽ, അതായത് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ, യാത്രക്കാർ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിനുള്ളിൽ കയറി ഇരിക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള സൗകര്യമില്ല. ഇവിടെ സീറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലേക്ക് ആകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാൽ പോലും നഗരത്തിൽ ഇന്നലെ രാത്രിയിൽ അനുഭവപ്പെട്ട തരത്തിലുള്ള വെള്ളക്കെട്ട് നിലവിൽ അനുഭവപ്പെടുന്നില്ല. ഉമേഷ്.